ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് അക്ബർ തൂക്കിയെന്ന് പറയാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ അക്ബർ ഹൗസ് മേറ്റ്സിനെ കുറിച്ച് ഉണ്ടാക്കിയപ്പോൾ അക്ബറും നെവിനും കൂടെ ചേർന്ന് ഹൗസ് മേറ്റ്സിനെ കുറിച്ച് നല്ല പാട്ടൊക്കെ ഉണ്ടാക്കി. സൂപ്പറായിരുന്നു. അക്ബറിൻ്റെ സൗണ്ട് നല്ല സൂപ്പറാണ് കേട്ടോ. നല്ല എൻ്റർടൈൻമെൻ്റ് ആണ് രണ്ടുപേർക്കും. ഈ അക്ബർ ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ നമുക്കൊരു ഇഷ്ടക്കേട് തോന്നുമെങ്കിലും ആൾ ശരിക്കും ഒരു എൻ്റർടൈനറാണ്. അക്ബറിൻ്റെ ഉമ്മ പറഞ്ഞ പോലെ ശ്രദ്ധിച്ചൊക്കെ കളിക്കുകയാണെങ്കിൽ സൂപ്പറായിട്ട് വരാൻ സാധ്യതയുള്ള കണ്ടസ്റ്റൻ്റ്. നെവിനാണെങ്കിൽ ആദ്യം തൊട്ടേ എൻ്റർടൈൻമെൻ്റാണ് പുള്ളി ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ ഗെയിമും ആ രീതിയിലായിരുന്നു. കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ കുറച്ചൊരു ചെറിയ വഴക്കൊക്കെ കൊടുത്തതിനോടുകൂടി പുള്ളി ഒന്ന് മാറ്റി പിടിച്ചെങ്കിലും പുള്ളി ആളൊരു എൻ്റർടൈനറാണ്. നല്ല കുഴപ്പമില്ല, രണ്ടുപേരും സൂപ്പറായിരുന്നു. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ് തന്നെ അക്ബറിൻ്റെയും അവരുടെ ആ പാട്ടും അതൊക്കെയായിരുന്നു. അത് തന്നെയല്ല, നമ്മുടെ ഷാനവാസ് അക്ബർ തമ്മിലുള്ള ഇഷ്യൂ, അക്ബറിൻ്റെ നോട്ടത്തെക്കുറിച്ചുള്ള, അതിലും അക്ബറിന് തന്നെയാണ് മേൽക്കൈ കിട്ടിയിരിക്കുന്നത്. ഷാനവാസ് ശരിക്കും അങ്ങനെ ഒരു ഗെയിം കളിക്കേണ്ടതില്ലെന്ന് തന്നെയാണ് ബിഗ് ബോസ് ഇൻഡയറക്റ്റ്ലി പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരാളുടെ നോട്ടം ശരിയല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ആരെയാണോ നോക്കിയത് ആ വ്യക്തിക്കത് ഫീൽ ചെയ്യണം, അല്ലാതെ മറ്റൊരു വ്യക്തിയല്ലല്ലോ പറയേണ്ടത്. അപ്പോൾ ഷാനവാസിൻ്റെ അങ്ങനെ ഒരു ഗെയിം ഞാൻ കുറച്ച് ദിവസം മുമ്പേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പാനിയുടെ കാര്യത്തിൽ ഷാനവാസ് സംസാരിച്ച അന്ന് ഞാൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരു ഗെയിം ഷാനവാസ് ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഗെയിമായിട്ട് പ്രേക്ഷകർ എത്രത്തോളം സപ്പോർട്ട് ചെയ്യില്ല. കാരണം അങ്ങനെ ഒരു ഗെയിം അതൊരു നല്ല ഗെയിമല്ല. അത് ഇന്നത് ശരിക്കും ഷാനവാസിന് ഫയറിംഗ് ഒന്നല്ല, ഷാനവാസിന് അത് മനസ്സിലാക്കി കൊടുക്കുകയാണ് ബിഗ് ബോസ് ചെയ്തത്. പിന്നെ അവർ തമ്മിൽ അക്ബറും ഷാനവാസും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു രീതിയിൽ നിൽക്കുകയും ചെയ്തോളൂ. അതൊരു ഗെയിമായിട്ട് ബിഗ് ബോസ് ഓപ്പറേറ്റ് ചെയ്ത് വിട്ട പോലെയാണ് തോന്നിയിരിക്കുന്നത്. പിന്നെ ആര്യൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ആര്യൻ ചെരുപ്പെറിഞ്ഞ കാര്യവും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് ആര്യനെ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ഇട്ടു. അത് വലിയ പണിഷ്മെൻ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്താ പറയുക, ഇന്നലെയും ആര്യനെ നിർത്തി പൊരിക്കുകയായിരുന്നല്ലോ, അപ്പോൾ ഇന്ന് അത്രയും വേണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടാവും ലാലേട്ടൻ. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ശാരിക ഔട്ടായി. ശാരിക ഒന്ന് ബെറ്ററായി വരുമായിരുന്നു. ഡെഡ് സോണിൽ പോയതിന് ശേഷം തിരിച്ച് വന്നിട്ട് പുള്ളിക്കാരി കുറച്ച് ആക്റ്റീവായൊക്കെ വരുന്നുണ്ടായിരുന്നു. അന്നേരത്തേക്കും പുറത്തായി. അതിലും പുറത്താകാൻ വേണ്ടി ശൈത്യ, എന്നാ പറയുക, ശരിക്കും രേണു നന്നായിട്ട് കളിക്കുകയായിരുന്നെങ്കിൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോകേണ്ട വ്യക്തിയാണ്. പുള്ളിക്കാരി കളിക്കാതെ നിൽക്കുകയാണ്. അങ്ങനെ കളിക്കാതെ നിന്നാൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അവിടെ അങ്ങനെയുള്ള അങ്ങനെ കുറേ പേരുണ്ട് പുറത്തേക്ക് പോകേണ്ടവർ. ശാരിക പുറത്തുപോയി. ശാരിക കുഴപ്പമില്ല, എന്തായാലും കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ശാരികയുടെ പേര് പറയുന്നുണ്ടായിരുന്നു പുറത്തേക്ക് പോകണമെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. പിന്നെ ആ എപ്പിസോഡ് ആര്യൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര്യൻ ഇന്നും ലാലേട്ടൻ്റെ അടുത്ത് നിന്ന് കേട്ട് പിന്നെ ഓരോ ഇതിൽ എന്താ പറയുക, എലി പോലെ വന്നിട്ട് പുലി ആണെന്ന് തോന്നിയിട്ട് എലിയായിട്ടിരിക്കുന്ന വ്യക്തി എന്നുള്ള ക്യാപ്പൊക്കെ കിട്ടിയതിൽ അതിന് ഭയങ്കര അമർഷമുണ്ടെന്ന്. ആ ലാലേട്ടൻ പോയതിന് ശേഷം കാണിച്ച സീക്വൻസിൽ അവരിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആര്യൻ പിന്നെയും അപ്പാനിയോട് അത് തന്നെ. ആര്യൻ വിചാരിച്ചിരിക്കുന്ന ആ ഒരൊറ്റ ഗെയിമിൽ ആ ഒരു ടാസ്ക് മുട്ടയടിക്കാത്ത ആ ടാസ്ക് ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് പുള്ളിക്കാരൻ ആ ക്യാപ്പ് കിട്ടിയെന്നും ബാക്കി എല്ലാ ടാസ്കിലും ഞാൻ പെർഫോം ചെയ്തു അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കയ്യിലിരിക്കുന്ന സാധനമൊക്കെ എടുത്ത് എറിയുന്നൊക്കെ ഉണ്ട്. വളരെ മിസ്ചീവിയസ് ആയിട്ട് ഭയങ്കര ഒരു ഇമ്മച്ചുവറായിട്ടുള്ള പെരുമാറ്റമായിട്ട് എനിക്ക് തോന്നുന്നു. അതിനെക്കുറിച്ച് ജിസേലും ബിന്നിയും കൂടെ ബെഡ്റൂമിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. ജിസേൽ പറയുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് ആര്യൻ്റെ പ്രവൃത്തിയിൽ ജിസേലിന് ഇത് തോന്നി പോലും. എന്നിട്ടാണ് കഴിഞ്ഞ ദിവസം ജിസേൽ ഇരുന്നിട്ട് ആര്യൻ ചിരിച്ചപ്പം അവൻ ചിരിച്ചതല്ല കരഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരിക്ക് ഇന്നത്തെ എപ്പിസോഡിലൊക്കെ ആയിട്ട് ആര്യൻ്റെ കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ പുള്ളിക്കാരിക്ക് കാര്യം മനസ്സിലായി. അതുകൊണ്ടായിരിക്കണം ആ ബിന്നിയോടിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഇമ്മച്ചുവറായിട്ട് തോന്നിയിട്ടുണ്ട് എന്നൊക്കെ ബിന്നിയും പറയുന്നുണ്ട്. അങ്ങനെ തന്നെ ആണ് തോന്നുന്നത്. പിന്നെ അപ്പാനിയും ശൈത്യയും തമ്മിൽ സംസാരിച്ച നെഗറ്റീവ് എനർജിയുടെ കാര്യം, അതിൽ ശൈത്യ ഡബിൾ ഗെയിമാണ് കളിക്കുന്നത്. അല്ലെങ്കിലും ശൈത്യയുടെ ഡബിൾ ഗെയിം നേരത്തെ തന്നെ മനസ്സിലായതാണ്. ഇന്ന് കുറച്ചുകൂടെ വിസിബിളായിരുന്നു.
ആ കാര്യങ്ങളിൽ. അപ്പാനി ശൈത്യയെ ഇട്ട് കൊടുത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതെന്താവട്ടെ, ഇങ്ങനെയൊക്കെയാണ് ഹൗസിൽ കളികൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആദില നൂറയുടെ കാര്യം കേട്ടോ. ആദില നൂറ ഇരുന്ന് അവരുടെ അതിൽ നിന്ന് കരയണ ശരിക്കും വിഷമം തോന്നി. അവരുടെ ഒരു പ്രത്യേകത, അവർക്ക് ശരിക്കും ജനറ്റിക്കലി അവർ തിരഞ്ഞെടുത്തൊരു ജീവിതം കൊണ്ട് അവർ ഇത്രയൊന്നും അനുഭവിക്കുന്നത് എന്തിനാണ്? നമ്മൾ എപ്പിസോഡിൽ കണ്ടില്ല അല്ലേ, പക്ഷെ നമ്മളെ കാണിക്കാത്തതായിരിക്കും. അങ്ങനെ എൻ്റെ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം അക്ബറിൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചപ്പം അക്ബറിൻ്റെ ഉമ്മ എന്താ പറയുക, ആദിലയോടും നൂറയോടൊന്നും അങ്ങനെ അധികം സംസാരിക്കരുതെന്ന് പറഞ്ഞു. അതൊക്കെ അത് സ്വാഭാവികമായിട്ട് അവർക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ടാവും. പ്രത്യേകിച്ച് അവരെല്ലാവരോടും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്ന, എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് എല്ലാം ഒന്ന് സോൾവ് ചെയ്ത് പോകുന്ന ആ ഒരു പരദൂഷണം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. നല്ല രീതിയിൽ എല്ലാവരുമായിട്ട് ഇടപഴകി മുമ്പോട്ട് പോകുന്നു. ഇനിയിപ്പം ആ പിള്ളേർക്ക് അതിൻ്റേതായ ഒരു വിഷമം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ എന്തായാലും മാറേണ്ടതാണ്. കാരണം അവർ ഓൾറെഡി അവരുടെ വീട്ടുകാരുടെ അടുത്തുനിന്ന് തന്നെ ഓരോ പ്രശ്നങ്ങളും അവരുടെ സപ്പോർട്ടൊന്നും ഇല്ലാതെ ജീവിക്കുന്നു. ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പിന്നെ കണ്ടസ്റ്റൻസിൻ്റെ വീട്ടിൽ നിന്ന് വരെ വിളിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇനിയിപ്പോൾ അങ്ങനെ സംസാരിച്ചെങ്കിൽ തന്നെ അത് ബിഗ് ബോസ് അവരെ കേൾപ്പിക്കേണ്ടിയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസം അവിടെ നടന്നത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.